മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ഇന്ന് കൊച്ചിയിൽ വെച്ചായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നു. മമ്മൂട്ടി, പൃഥ്വിരാജ്, ആസിഫ് അലി, സുരേഷ് ഗോപി തുടങ്ങിയവരാരും ഇന്ന് മീറ്റിങ്ങിന് എത്തിയിരുന്നില്ല. പക്ഷേ മോഹൻലാൽ വന്നിരുന്നു. പിന്നെ അനവധി നടന്മാരും നടിമാരും ഇതിൽ പങ്കെടുത്തിരുന്നു. ശരിക്കും ഇന്ന് കണക്ക് അവതരിപ്പിക്കേണ്ട ദിവസമായിരുന്നു. കാരണം വാർഷിക ജനറൽ ബോഡിയല്ലേ, കണക്ക് അവതരിപ്പിക്കണം. അപ്പോൾ കണക്ക് അവതരിപ്പിക്കാൻ കണക്കില്ല. ട്രഷറി ഖജാൻജി കഴിഞ്ഞ ആഴ്ച രാജിവെച്ച് പോയിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് നടക്കാൻ പറ്റില്ല, ഇനി ഒരു 45 ദിവസം കൂടി വേണമെന്ന് പറഞ്ഞു. ശ്വേതാ മേനോൻ പ്രസിഡൻറ്റ്. പക്ഷേ മറ്റുള്ളവരാരും അംഗീകരിച്ചില്ല. പ്രശ്നങ്ങളായി, അടിയില്ലാത്തൊക്കെ കഴിഞ്ഞു. ഭയങ്കര വാക്കേറ്റങ്ങളായിരുന്നു പറഞ്ഞാൽ ബാബുരാജ്, സിദ്ദീഖ് തുടങ്ങി ഒട്ടനവധി ആനകൾ, ഇടവേള ബാബു, ഇവരെല്ലാം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു തന്നെ. അങ്ങനെ സ്റ്റേജിൽ കയറി ശ്വേതാ മേനോൻ പറഞ്ഞു ഞാൻ രാജിവെക്കാമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞു, കുറച്ച് പേര് പറഞ്ഞു വേണ്ടാന്ന്. അവസാനം ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. കൂടാതെ ഭരണസമിതിയിലെ 17 അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു. കാരണം കണക്ക് അവതരണമില്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ മോഹൻലാൽ അതിൻ്റെ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഇത് തന്നെ ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ സംഘടന. ഇതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും, പെൻഷനായിട്ടും പല കാരണങ്ങൾ കൊണ്ടും. അതുകൊണ്ട് ഇതിനെ തകർക്കാൻ ഒരിക്കലും ഒരാളെ കൊണ്ടും അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം മോഹൻലാൽ പറഞ്ഞിരുന്നു. അതിനെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ രാജിക്കത്ത് കൊടുത്തു. ശ്വേതാ മേനോൻ പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടപ്പം പറഞ്ഞു, ഇത് കുറേ വനിതകൾ ഇതിന് മുമ്പ് പോയിരുന്നു, നമ്മൾ അസോസിയേഷനിൽ പോയിരുന്നു. പക്ഷേ അവരെന്തുകൊണ്ട് പോയി എന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത്, എനിക്കിപ്പോഴാണ് അതിൻ്റെ ബോധം വന്നതെന്നുള്ളത് ശ്വേത പറയുന്നുണ്ട്. കാരണം WCC ആണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അതുപോലെ മുമ്പുണ്ടായിരുന്ന കമ്മിറ്റിയിലെ ബാബുരാജിൻ്റെ കണക്കുകളൊന്നും ശരിയായിരുന്നില്ല, അതിപ്പോഴും ശരിയാക്കിയിട്ടുമില്ല. പിന്നെ കുറ്റാരോപിതനായ ആളുകൾക്ക് വേണ്ടി പാവയായി നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളൊരു ഡയലോഗ് ശ്വേതാ മേനോൻ പറഞ്ഞു. കാരണം അവർക്ക് വേണ്ടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് പുതിയ അജണ്ട വെച്ചുകൊണ്ടുള്ള ഒരു അവിശ്വാസ പ്രമേയമായിരുന്നു ഇന്ന് ഇവർ കൊണ്ടുവന്നത് എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് പറയുന്നുണ്ട് ഇന്നോ നാളെയോ മറ്റന്നാളായിട്ട് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഒരുപാട് ഇതിനുള്ളിലുള്ള കഥകൾ, നടീനടന്മാരുടെ കഥകൾ നമ്മുടെ മുമ്പിലെത്തും. അതാണ് ഇവർ ഉദ്ദേശിച്ചതെന്നാണ് തോന്നുന്നത്. ബാബുരാജ് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പറയുന്നുണ്ട്, ഈ 17 അംഗ സമിതിയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, വേണമെങ്കിൽ കോടതിയിൽ പോകണമെങ്കിൽ ഞങ്ങൾ കോടതിയിലും പോകും. ഇതൊക്കെയാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ നടന്നത്. അതുപോലെ അൻസിബ പറയുന്നത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഞാൻ ഉച്ചവരെ വെയിറ്റ് ചെയ്തു, എനിക്ക് എൻ്റെ അവിടെ ചെറിയൊരു പ്രശ്നത്തിലുള്ള ആളാണ് ഞാൻ ഈ സമിതിയിൽ നിന്ന് മുമ്പ് രാജിവെച്ചതാണ്, എനിക്ക് പറയാനുള്ള വിഷയങ്ങൾ അവർ കേട്ടില്ല ഉച്ച കഴിഞ്ഞ് എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് എനിക്ക് ഇവരോട് പറയാൻ പറ്റി. ഞാൻ പറയുന്നത് അവരൊക്കെ അംഗീകരിക്കുകയും ചെയ്തു. കാരണം ഇന്ന് വരെ ജനറൽ ബോഡി കണ്ട ഏറ്റവും കൂടുതൽ അംഗങ്ങളായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അവരൊക്കെ ഞാൻ പറയുന്നത് കേട്ടു, എനിക്കവർ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ കരഞ്ഞു മെഴുകിയെന്നാണ് കേട്ടത് അൻസിബ. അപ്പം ശരിക്കിത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ശ്വേതാ മേനോൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, കാരണം ഇവർ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ്, ഈ അസോസിയേഷൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. 1 വർഷം ആയിട്ടുമില്ല, എന്നാൽ 2 വർഷം ഇനി തേക്കാനുണ്ട്. ഒന്ന് നോക്കണേ ഇവരുടെ ഒരു കാര്യം. അതായത് മറ്റുള്ള ഏതോ അജണ്ട വെച്ച് ഞങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ ശ്വേത പറഞ്ഞിരുന്നത്. അതുപോലെ പിന്നെ അധികാര കൊതിമൂത്ത ഒരു കൂട്ടം ആൾക്കാർ, അതായത് ഇതിന് മുമ്പത്തെ ഭരണാധികാരികളെ കുറിച്ചാണ് ഈ പറയുന്നത്. അധികാര കൊതിമൂത്ത ഒരുപാട് ആൾക്കാർ വീണ്ടും കയറി പറ്റാനുള്ള ശ്രമം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരും അക്രമം കാണിക്കുന്ന കുറേ ആൾക്കാരൊക്കെ മുമ്പത്തെ അസോസിയേഷനിലുണ്ടാവും. അതിപ്പോൾ എല്ലാ കാലത്തും ഉണ്ട്. എന്നാലും അവർ വീണ്ടും അവിടെ കയറി പറ്റി അവരുടെ സ്വന്തം ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും പുതിയൊരു അഡോക് കമ്മിറ്റി വരുന്നുണ്ട്. അതിൽ ഒരു ചേരിയിലും ഇതുവരെ ഏതെങ്കിലും ചേരിയിൽ നിന്നില്ലാത്ത രമേശ് പിഷാരടിയെയാണ് അതിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അവരുടെ മറ്റുള്ള കൂടെയുള്ളവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒരുപാട് പേര്, നമ്മളെ ജഗദീഷൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്താണ് രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ ഒരു നല്ല ഭരണ ടീമുകൾ അവിടെ ഉണ്ടാവട്ടെ, മലയാള സിനിമയെ രക്ഷിക്കട്ടെ. ഇനി എന്തൊക്കെയായാലും 1-2 ദിവസം കൂടി എല്ലാ കളികളും, നടീനടന്മാരുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്കറിയാൻ കഴിയും. ഇതുവരെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്ത് വയ്ക്കുക. എല്ലാ വിവരങ്ങളും നിങ്ങളിലെത്തിക്കും. താങ്ക് യു.